നമസ്കാരം. പ്രേതഭവനങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളത് ഞാൻ മാറ്റിവെച്ചൊരു കാര്യമാണ്. ചില കഥകൾ കേൾക്കുമ്പോൾ, ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒരാളുടെ വീട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്, രാജകൊട്ടാരമൊന്നുമല്ല. പക്ഷെ ആ വീടിനകത്ത് ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് 1947 കാലഘട്ടം വരെ ജീവിച്ച ഒരാൾ ജീവിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്നു. അവിടെ ഒരു ക്ലോക്കുണ്ട്. ക്ലോക്ക് ആരും കണ്ടിട്ടില്ല, തട്ടുംപുറത്താണ്. ഒരുപാട് സാധനങ്ങൾ തട്ടുംപുറത്തുണ്ട്. അതിനകത്ത് പാമ്പും ചേരയൊക്കെ ഉള്ളതുകൊണ്ട് ആരും മുകളിലേക്ക് കയറില്ല. പക്ഷേ അമാവാസി ദിവസമാകുമ്പോൾ ഒരു ക്ലോക്കിൻ്റെ പെൻഡിലം ചലിക്കുന്ന ശബ്ദം കേൾക്കാം. ഇതാണ് എനിക്ക് കിട്ടിയ വാർത്ത. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഞാൻ പറഞ്ഞു അവിടെ താമസിക്കുന്നു. അതവിടെ പണ്ട് നായന്മാർ, ബ്രാഹ്മണന്മാരാരാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പിന്നെ മുസ്ലിം നായന്മാരാരാണ്ട് താമസിച്ചു. അത് കഴിഞ്ഞ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വായിച്ചു. ആർക്കും താമസിച്ചു. അവിടെ ആർക്കും താമസിക്കാൻ വയ്യ. രാത്രി അമാവാസികളിൽ രാത്രികളിൽ ഈ തട്ടുംപുറത്ത് അതിൻ്റെ വാതിലില്ല. അതാണ് അതിനകത്തൊരു പ്രശ്നം. ആ വാതിൽ ആരും ലോക്ക് ചെയ്ത് കളഞ്ഞു. അതിനൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ പറഞ്ഞ കഥയെ കേട്ടെടുത്തോളം എന്നോട് ഇത് പറയാൻ വന്ന സദാനന്ദൻ ഒരു നാടക നടനാണ്. അദ്ദേഹം ഈ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. എൻ്റെ ഈ പ്രേത നോവലുകളും മാന്ത്രിക നോവലുകളും ഒക്കെ വായിച്ച് പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി, ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ്. ഞാൻ പറഞ്ഞു, അയ്യോ, ആരാധന പോരെ? പറഞ്ഞു, അത് എനിക്കൊരു വിഷയമുണ്ട്, എനിക്കൊന്ന് നേരി കാണാൻ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം മിണ്ടാതിരിക്കണമെന്ന് വിചാരിക്കുന്ന സമയമാണ്, എന്താണ് പറയൂ എന്ന് പറഞ്ഞു. പറഞ്ഞു, വേറെ ഒന്നുമല്ല, ഇതൊരു കഥയോ സിനിമയോ ആക്കാൻ പറ്റുമോയെന്നും എനിക്കറിയില്ല. ഞാൻ നാടകമായിരുന്നു, പ്രൊഫഷണൽ നാടകത്തിലൊക്കെ ഞാനിങ്ങനെ കളിച്ചു, അമച്ചർ നാടകത്തിലൊക്കെ കളിച്ചു. ഇപ്പം പെൺകുട്ടികളൊക്കെ കെട്ടിച്ചയച്ചതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നാടകമൊന്നും വേണ്ട, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, 2 ബൈപ്പാസൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പം നാടകമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സംഭവമുണ്ട്. ഞാൻ എന്താണ്, എനിക്ക് പരിചയമുള്ളൊരു വീട്. ആ വീട് ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ താമസിച്ചിരുന്നു. കുറേ കാലം ഇത് അടഞ്ഞു നടന്നു. ഇതിൻ്റെ അവകാശികളൊക്കെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവിടെ ഒരു വാച്ച് നന്നാക്കുന്ന ഒരാളുണ്ടായിരുന്നു, ക്ലോക്ക് നന്നാക്കുന്ന ഒരാൾ. അദ്ദേഹം വളരെ സൂക്ഷ്മമായി കാലത്തിൻ്റെ ചലനങ്ങളെ എല്ലാം സൂക്ഷ്മമായിട്ട് ആ ക്ലോക്കിൻ്റെ സൂചി അനുസരിച്ച് ലോകത്തെ കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ പണമുണ്ടാക്കും. ഏത് പഴയ ക്ലോക്ക് കൊണ്ട് കൊടുത്താലും അദ്ദേഹം അതിമനോഹരമായിട്ട് അതിനെ റിപ്പയർ ചെയ്ത് കൊടുക്കും. കാലമൊക്കെ മാറി, പുതിയ വാച്ചുകളും ക്ലോക്കുകളും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പണികളൊക്കെ കുറഞ്ഞു. ബാറ്ററി സിസ്റ്റത്തിലേക്ക് മാറിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കുഴപ്പം. പക്ഷേ എന്നാലും പഴയ ആൾക്കാർ ഇദ്ദേഹത്തെ തേടി വരും. പഴയ ബ്രിട്ടീഷുകാരൻ്റെ ക്ലോക്കുകളൊക്കെ ഇദ്ദേഹം നന്നാക്കി കൊടുക്കും. അങ്ങനെ ഇദ്ദേഹത്തിന് ക്ലോക്ക് ഇന്നയാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്ലോക്ക് ഇന്നയാൾ എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല 3 പെൺമക്കളുണ്ടായിരുന്നു. ആ 3 പിന്നെ പെൺമക്കളോ ആണ് ഈ 3 മക്കളെയും പുള്ളി മാന്യമായി കല്യാണം കഴിച്ച് കൊടുത്തയച്ചു. അപ്പോൾ ഇദ്ദേഹം സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കില്ല. മക്കളെ നല്ല സുന്ദരി പെൺകുട്ടികളാണെന്നാണ് പറഞ്ഞത്. സ്ത്രീധനം തന്ന് കല്യാണം കഴിക്കില്ല. എൻ്റെ കുട്ടികൾക്ക് മാന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്, അവരെ മാന്യമായിട്ട് വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് സ്ത്രീധനം തരില്ല. പിന്നെ ഞാൻ ഈ കണ്ണിൽ മറ്റേ ഫ്രെയിം ഇതൊക്കെ വെച്ചിട്ട് ലെൻസൊക്കെ വെച്ചിട്ടാണെങ്കിൽ ക്ലോക്ക് നന്നാക്കുക. അങ്ങനെ ക്ലോക്ക് നന്നാക്കും. ക്ലോക്ക് നന്നാക്കി ഉണ്ടാക്കിയ പണമുണ്ട് എൻ്റെ കയ്യിൽ. ആ പണം നിങ്ങൾക്ക് എൻ്റെ കാലശേഷം 3 മക്കൾക്കുമായിട്ട് ഞാൻ വീതം വെച്ച് തരും. അതുവരെ നിങ്ങളൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. മാന്യമായ കല്യാണം നടത്തും. എല്ലാം വളരെ ലളിതമായി അദ്ദേഹം ആ കുട്ടികളുടെ കല്യാണം നടത്തി. കല്യാണം നടത്തിയപ്പോൾ ഇദ്ദേഹം താമസിക്കുന്ന ഈ പഴയ വീടും ഈ കഥയായിട്ട് ഞാൻ ചേർക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ക്ലോക്ക് കിട്ടി, ബ്രിട്ടീഷുകാരുടെ കാലത്തിൻ്റെ ക്ലോക്ക്. ബാക്കിയെല്ലാം ഇദ്ദേഹം ശരിയാക്കിയൊക്കെ കൊടുത്തെങ്കിലും ഈ ക്ലോക്ക് അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല. ആ പഴമയുള്ള ക്ലോക്കിനോട് ഇദ്ദേഹത്തിന് ഇതൊരു ഇഷ്ടം തോന്നി. മരണത്തിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ലോക്കുണ്ട്, ഈ ക്ലോക്ക് എൻ്റെ പൂർവികരാരാണ്ട് ഇന്ന സ്ഥലത്ത് നിന്ന് അവർക്ക്
അർഹതയില്ലാതെ എടുത്തുകൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഈ ക്ലോക്ക് അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ക്ലോക്ക് കൊണ്ട് ഇതിലെ മരുമകനിൽ ഒരാൾ ഈ സ്ഥലത്ത് ചെന്നു. സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടെ ഈ അമാവാസി രാത്രികളിൽ ഈ ക്ലോക്കിൻ്റെ പെൻഡിലം ചലിക്കുന്ന ശബ്ദം കേൾക്കും. പക്ഷേ ഇത് മറ്റൊരു ക്ലോക്കാണ്. അവിടെ എന്താണ് ഈ ക്ലോക്ക് കേൾക്കുന്നത്? ഇത്രയേ ഉള്ളൂ. അവർ പറഞ്ഞു, ഈ ക്ലോക്ക് നമുക്ക് ആവശ്യമില്ല, ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇവിടെ ഒരു ക്ലോക്കിൻ്റെ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ കഥ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം ഇതും കൊണ്ട് തിരിച്ചുപോയി. അപ്പം ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിനോട്, നിങ്ങളെ ക്ലോക്ക് കൊടുത്തില്ല, പോട്ടെ, നിങ്ങളുടെ വിലാസമൊക്കെ ഉണ്ടായിരുന്നു, ആ ക്ലോക്കിനെ കുറിച്ചുള്ള വിഷയങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇദ്ദേഹം ഉണ്ടാക്കിയ പണം എന്ത് ചെയ്തു? ഇദ്ദേഹം മരിക്കുമ്പോൾ എടുത്തോളാൻ പറഞ്ഞ പണം, അതാണ് അതിൽ ഏറ്റവും വലിയ രസം. അദ്ദേഹം ഉണ്ടാക്കിയ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ പണമെല്ലാം തന്നെ അദ്ദേഹം അനാഥാലയങ്ങൾക്ക് കൊടുത്തതിൻ്റെ കണക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പോളിസി, അദ്ദേഹം ചെറിയ കണ്ണിലൂടെ ഒരു വലിയ ലോകത്തെ സൂക്ഷ്മമായി സൂചി ഇങ്ങനെ കറങ്ങുന്ന, ഇല്ലേ, കാലത്തെ നിയന്ത്രിക്കുന്ന കാലചക്രം കറങ്ങുന്ന പോലെ ഇങ്ങനെ ഓരോ നിമിഷങ്ങൾ ഓടി 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 പോകുന്ന സൂചി നോക്കിയിരുന്ന് ലോകത്തെ കണ്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, അവരവർക്കുണ്ടാകേണ്ടത്, അവരവർ സമ്പാദിക്കേണ്ടത്, അവർക്ക് അവരവർ ജീവിക്കേണ്ടത് അവരവർ അധ്വാനിച്ചുണ്ടാക്കണം എന്നാണ് ആ ക്ലോക്ക് ഇന്നയാളിൻ്റെ മനഃശാസ്ത്രം. നമ്മളത് ആലോചിച്ച് നോക്കൂ. അവർക്ക് ഇനി അദ്ദേഹത്തിന് അതായിരുന്നു ഇഷ്ടമെങ്കിൽ അദ്ദേഹത്തിൻ്റെ 3 മക്കളും സന്തോഷത്തോടെ പിരിഞ്ഞു. പിന്നീടാണ് ബാക്കിയുള്ള വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഇല്ലേ, കുറച്ച് കണ്ടിന്യൂറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളതങ്ങ് സഹിച്ചോണം. എനിക്ക് എല്ലാം നിരന്തരമായിട്ട് ഒരു കഥ പറയുന്ന പോലെ പറയാൻ കഴിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹം ഈ തിരിച്ചു കൊണ്ടുവന്ന ക്ലോക്ക് മറ്റേ ക്ലോക്ക് കേൾക്കുന്ന പോലെ ക്ലോക്ക് അടിക്കുന്ന ശബ്ദം കേൾക്കും. ഈ വീട്ടിൽ അത് അസ്വസ്ഥതയായി തുടങ്ങി. ഈ വീട് അവർ വിൽക്കാൻ തീരുമാനിച്ചു. 3 പേരും കൂടെ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഉണ്ടാക്കിയ സമ്പത്തൊക്കെ പലർക്കായിട്ട് പോയി. വീട് വിറ്റ് 3 മക്കൾ കൂടെ കൊടുക്കണം എന്നാണ്. 3 പേരും പിന്നെ അത് അങ്ങനെ വിൽക്കാൻ തയ്യാറാവുമ്പോഴാണ് ഈ പഴകിയ ക്ലോക്കും ഈ രാത്രി ഈ ക്ലോക്ക് തന്നെത്താൻ ബെല്ലടിക്കുന്ന ശബ്ദവും കേൾക്കുന്നത്. അവിടെയാണ് ഈ ക്ലോക്ക് ഇന്നയാളിൻ്റെ പ്രേത സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ആ ക്ലോക്ക് സൂചിയൊന്നും കറങ്ങൂല, പക്ഷേ അതിനകത്തുള്ള ടിക് 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 എന്നുള്ള ആ യന്ത്രത്തിൻ്റെ ശബ്ദമുണ്ടല്ലോ, അതുമില്ല. അതിൻ്റെ പെൻഡിലം ചലിക്കത്തില്ല. പക്ഷേ ആ ക്ലോക്ക് അമാവാസി ദിവസം രാത്രി 2 മണിയാകുമ്പോൾ ഒരു സൈറൻ മുഴക്കും, ഒരു മണി മുഴക്കും. ആ മുഴങ്ങുന്ന മണിയും ഈ മരിച്ചുപോയ പിന്നെ ക്ലോക്ക് നന്നാക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ, മരണപ്പെട്ട ആളുമായിട്ട് ആത്മാവുമായിട്ട് ഒരു പ്രേതബന്ധമുണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. കാരണം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മ എവിടെ ആയിരുന്നു? അത് അച്ഛനാണ് വളർത്തിയത്. അമ്മ എവിടേക്ക് പോയി? അപ്പോൾ എല്ലാവരും നിശബ്ദരായി. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ? അപ്പോൾ അദ്ദേഹത്തോട് അറിയപ്പെട്ട ഒരാൾ നിശബ്ദനാക്കി പറഞ്ഞു, സ്വാമി, അത് ഈ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ലോക്ക് കടയിലേക്ക് ഒരു പയ്യൻ വന്നു. അവൻ ഈ ക്ലോക്ക് ശരിയാക്കാനായിട്ട് വന്ന് ക്ലോക്കിൻ്റെ ചലനം പഠിപ്പിക്കാനായിട്ട് ഒരാൾ കൊണ്ടാക്കിയതാണ്. അങ്ങനെ അവരെക്കാൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയേക്കാൾ ചെറുപ്പമുള്ള ഒരു പയ്യനായിരുന്നു അത്. അവർ തമ്മിലൊരു സൗഹൃദമുണ്ടായി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും. കാരണം ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുന്നതൊക്കെ ആ പയ്യനായിരുന്നു ഇദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അതാണ്. ഇദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തും അതുവരെ ഉണ്ടാക്കിയതുമൊക്കെ ആ ഭാര്യയുടെ പേരിലായിരുന്നു. അതൊന്നും തന്നെ എടുക്കാതെ ആ പയ്യനോടൊപ്പം ആ സ്ത്രീ അങ്ങ് പോയി എന്നാണ് പറയുന്നത്. ആ പോയ ദിവസം അദ്ദേഹം നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലോക്കാണ്. ഈ ക്ലോക്ക് നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഷോക്ക് അദ്ദേഹത്തിനുണ്ടാകുന്നത്. ആ സമയവും ആ നേരവും ആ കാലവും അദ്ദേഹം ആ ചുവരിൽ ഇങ്ങനെ കുറിച്ചിട്ടിട്ടുണ്ട്. വന്ന് പറയുന്ന ആളാണ് ആ ഭാര്യയും ആ പയ്യനോടൊപ്പം ഒളിച്ചോടിപ്പോയി. പിന്നെ അയാൾ കണ്ടിട്ടേ ഇല്ല. അയാൾ ഈ 3 മക്കളെയും നല്ലപോലെ വളർത്തി. ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ എവിടേക്കോ കൊടുത്തു, അനാഥാലയത്തിൽ കൊടുത്തു. നല്ല വണ്ണം കല്യാണം കഴിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രേത സാന്നിധ്യം ക്ലോക്കിലുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഞാനാകെ ധർമ്മസങ്കടത്തിലായി. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ തന്നെ അന്ധവിശ്വാസം വളർത്തുന്ന അന്ധവിശ്വാസങ്ങളെ മാന്ത്രിക നോവലൊക്കെ എഴുതി, അന്ധഭദ്രം പോലുള്ള സിനിമയും രുദ്രസിംഹാസനം പോലുള്ള സിനിമയൊക്കെ എഴുതി മാന്ത്രികതയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്, മന്ത്രവാദമാണ് എന്നൊക്കെ പറയുന്ന, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഹേമാംബിക ബുക്കിലെ പുസ്തകങ്ങൾ ഏറ്റവും നന്നായിട്ട് വിറ്റുപോകുന്നതാണ്. ഏറ്റവും നന്നായിട്ട് ആ മന്ത്രനോവലുകൾ ആരും വിശ്വസിക്കേണ്ട, അന്ധവിശ്വാസം തന്നെ ആയിക്കോട്ടെ.
എവിടെയാണ് അന്ധവിശ്വാസം ഉള്ളിടത്തെല്ലാം അന്ധതയുണ്ട്, അന്ധതയുള്ളിടത്തെല്ലാം വിശ്വാസവുമുണ്ട്. എന്തായാലും ഞാനതൊന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ ക്ലോക്ക്, നമുക്കൊന്നും വേറെ ഒന്നും പറ്റില്ല. പിന്നെ ബാക്കി ഒരു കഥയുടെ അംശം, ഞാനൊരു എഴുതുന്ന ആളാണ്, ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്കൊരു ക്രിയേഷൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ ക്ലോക്ക്, മറ്റേ ക്ലോക്കിൻ്റെ ചരിത്രം നമുക്ക് അറിഞ്ഞുകൂടാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതും ഇതുപോലെ എന്തെങ്കിലും ഷോക്ക് ഉണ്ടാകുമ്പം, കാരണം ഈ ക്ലോക്കും കാലവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം നമ്മളെ സമയം അറിയിക്കുന്നതാണ്. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചലിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില അവസ്ഥകളാണ്. അത് നമ്മൾ നമ്മുടെ മനുഷ്യരോട് നല്ല ബന്ധമാണ്. ആ സൂചി ഇങ്ങനെ കറങ്ങി, നമ്മൾ അറിയുന്നില്ല അത്. കാലം നമ്മളെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ ക്ലോക്കുമായിട്ടൊരു സബ്ജക്റ്റ് എനിക്ക് കണ്ടെത്താൻ പറ്റിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേറ്റിയ ആഘാതം, ആ ക്ലോക്ക് നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ചെറുപ്പക്കാരനോടൊപ്പം ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ആഘാതം, അത് പ്രാണശക്തിയായി ക്ലോക്കിൽ കടന്നു പിടിച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് ചീത്തയായിട്ടും ആ ക്ലോക്ക് ചലിക്കാതിരുന്നിട്ടും ഈ ക്ലോക്ക് ഇദ്ദേഹം, ആ പേരുള്ള ആളിൻ്റെ മരണം എൻ്റെ അടുത്ത് വന്ന അദ്ദേഹത്തിൻ്റെ മരുമക്കൾ എന്നോടൊന്ന് ക്ഷമിക്കണം, ഇതെനിക്ക് അത്ഭുതത്തോടെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അമാവാസികളിൽ മറ്റേ ബ്രിട്ടീഷുകാരൻ്റെ ക്ലോക്ക് ചലിക്കുന്ന പോലെ അതിലേതോ ഒരു പ്രേതാത്മമുണ്ട്, ഈ ക്ലോക്കും ചലിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഇതെന്താണ്? നമുക്ക് പൂജ പരിഹാരമൊന്നുമില്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ കണ്ടെത്തിയാൽ നമ്മൾ രാമേശ്വരത്ത് കൊണ്ടൊന്ന് ഒഴുക്കി കളയും. പിന്നെ ഇതിനെ തല്ലി പൊട്ടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതിന് പൂജ പരിഹാരങ്ങളൊന്നുമില്ല. ഇതിനെ ആവാഹിച്ച് മാറ്റാനും പറ്റില്ല. എന്തെന്ന് വിചാരിച്ചാണ് ചെയ്യാൻ പറ്റുന്നത്? എന്തായാലും ഒരു കാര്യം ചെയ്യൂ, ഇത് എൻ്റെ കയ്യിലൊന്ന് തരൂ. ഞാനിത് കാന്തല്ലൂർ ആശ്രമത്തിൽ ഉഗ്രപ്രത്യങ്കരയുടെ നടയിൽ അവിടെ ചില കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോഴത്തെ കൊടും കരിങ്കാളിയുടെ മുമ്പിൽ, മർദ്ദഭദ്രകാളിയുടെ മുമ്പിൽ ചില സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതവിടെ ഇരുന്നോളൂ. ഒരുപാട് സാധനങ്ങൾ വന്നവർക്ക് കാണാം. ഇതെൻ്റെ തന്നാൽ ഞാൻ ഇത് കൊണ്ടുവന്ന് കാന്തല്ലൂർ ഉഗ്രപ്രത്യങ്കരയുടെ മുമ്പിൽ കൊണ്ടുപറ്റിക്കാം. ഇത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ച ചില മഹാന്മാരുണ്ട് ഇവിടെ. ആദ്യം ഉഗ്രപ്രത്യങ്കരയുടെ മുമ്പിൽ നിന്ന് അവരൊക്കെ പിന്നീട് നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആണാണോ പെണ്ണാണോ എന്ന് കാലം തന്നെ അറിയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ അതിൻ്റെ മുമ്പിലൊന്ന് കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ആ ക്ലോക്ക് എൻ്റെ കയ്യിൽ തരാനൊരു മടിയുള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിത് കയ്യിൽ തന്നെ വെച്ചോളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതവിടെ തന്നെ ഇരുന്നോട്ടെ. പ്രേതാത്മാക്കളെല്ലാം തന്നെ ഒരവസ്ഥ കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പ്രതികാരദാഹികളായിട്ട് ആരെയും ചോര കുടിക്കാനൊന്നും കൊല്ലാനൊന്നും ആരും നിൽക്കത്തില്ല. ഇതൊക്കെ നെഗറ്റീവ് എനർജിയുടെ ഒരു പാസിംഗ് ഒക്കെ ഉണ്ടാകും. അതെല്ലാം വരും. ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ചിലർക്കത് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിത് കയ്യിൽ തന്നെ വെച്ചോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവർ ആ ക്ലോക്കുമായിട്ട് പോയി. പക്ഷേ ഇതെന്നെ എൻ്റെ ഉറക്കം കെടുത്തുന്നു, എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എൻ്റെ മാന്ത്രിക പ്രേത സാന്നിധ്യങ്ങളിൽ നിന്ന് എനിക്ക് ഇതൊരു സബ്ജക്റ്റായിട്ട് മാറ്റിയാൽ പോലും ഇതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കണ്ടെത്തിയേ മതിയാവൂ. നമ്മൾ തുടങ്ങി വെച്ചുപോയി. മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടേയിരുന്നു. ഇതിനൊരു അവസാനം വേണമല്ലോ. ഞാൻ വീണ്ടും ആ ചെറുപ്പക്കാരനെ സമീപിച്ചു. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ഉത്തമനായിട്ടുള്ള ഈ പഴയ ക്ലോക്കുകൾ പൊളിക്കുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് നമുക്ക് പൊളിക്കാം. ഇതിനകത്ത് എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവരൊന്ന് കൂട്ടായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒന്ന് ഈ ക്ലോക്കിനുള്ളിലുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും തോന്നിയില്ല. എൻ്റെ തോന്നലുകളാണ്. ഇപ്പം നമ്മുടെയൊക്കെ തോന്നലുകളാണല്ലോ നമ്മുടെ രചനകൾ. ആ തോന്നലുകളെ അക്ഷരങ്ങളാക്കി മാറ്റുന്നതാണല്ലോ രചനകൾ, എൻ്റെ പുസ്തകങ്ങൾ. അത് ആകാംക്ഷയോടുകൂടി അമ്പരപ്പോടുകൂടി വായിക്കുന്ന ജനലക്ഷങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ എന്നാൽ ഇതിനകത്തുള്ളിലെ ഒരു സത്യം കണ്ടെത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. എന്തായിരിക്കും? അവരെങ്കിലും ഈശ്വര അവരാ ക്ലോക്ക് എനിക്ക് തരണമേ എന്ന് ഞാൻ വിചാരിച്ചു. അതെൻ്റെ കിട്ടിയാൽ എൻ്റെ മുടവൻ മുകളിൽ ബേബിച്ചായൻ എന്ന് പറഞ്ഞൊരു നല്ല ക്ലോക്ക്, ജോയിച്ചൻ എന്നൊക്കെ പറഞ്ഞൊരു അച്ഛൻ, നല്ല മനുഷ്യനാണ്. ജോയി എന്നൊക്കെ പറയുന്നത് എല്ലാവരും, വർഗീസ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ അച്ഛൻ. അദ്ദേഹം നല്ല സിനിമാ ഭ്രാന്തുകാരനാണ്. എന്ന് സിനിമയ്ക്ക് പോകണം. സ്റ്റാച്യു പുളിമൂട്ടിൽ അദ്ദേഹത്തിൻ്റെ കടയുണ്ടായിരുന്നു. നമ്മളെ ക്ലോക്ക് ഇങ്ങനെ കണ്ടൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും പുള്ളി ഇങ്ങനെ സംസാരിക്കും. നല്ല സിനിമാ ഭ്രാന്തനായിരുന്നു. ലില്ലിക്കുട്ടി എന്നൊക്കെ പറയും അച്ഛനാണ് അദ്ദേഹം. ഒരു ഒരു ക്ലോക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ കഥ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ ഓടി വരും. ഒരു കറുത്ത ബാഗ് ഇങ്ങനെ വെക്കും, 8:30 ബസ്സിൽ കയറും, എല്ലാവരോടും വലിയ സ്നേഹത്തോടെ പെരുമാറും. ആ കുടുംബം മുഴുവൻ അങ്ങനെയാണ്. അതിങ്ങനെ എനിക്ക് ഓർമ്മയിലായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ക്ലോക്ക്, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ സെക്രട്ടേറിയറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി. ഒരു മകൻ മാത്രമേ ഈ ക്ലോക്കുമായിട്ട് ബന്ധമുണ്ട്. ഈ ക്ലോക്ക് എൻ്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊന്ന് കൊണ്ടുപോയിട്ട്
ജോയിക്കാൻ്റെ കൊടുത്തിട്ട് ഇതൊന്ന് പൊളിച്ച് നോക്കാൻ പറയാം, ഇതിനകത്ത് എന്തോ ഒരു സംഭവമുണ്ട്, ഇല്ലെങ്കിൽ അമാവാസി നാളിൽ ഇത് എന്തുകൊണ്ടാണ് ചലിക്കുന്നത്. ഒരു കാര്യം ഒരിക്കലും മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ അമിതമായി സ്നേഹിച്ചിരുന്നു. ക്രിസ്ത്യൻ കുടുംബമാണ്, അമിതമായി സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഈ തൻ്റെ കടയിലേക്ക് വന്ന ചെറുപ്പക്കാരനോടൊപ്പം ഈ ഭാര്യ പോയതിനു ശേഷം അദ്ദേഹം മാനസികമായി തകർന്നു. പക്ഷേ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവാതെ ഈ കുട്ടികളെല്ലാം പഠിപ്പിച്ച് ബാക്കി ഞാൻ പറഞ്ഞ കഥകളിലെ കഥാപാത്രങ്ങൾ പോലെ ആ ജീവിതത്തിലുടനോളം ഒരു ശാന്തത പരത്തി വളർന്ന ഒരാളാണ് ഇദ്ദേഹം, ഈ ക്ലോക്ക്. അപ്പോൾ ഞാൻ മറ്റേടത്ത് ഒരു ദിവസം അന്വേഷിച്ചൊക്കെ പോയപ്പോഴത്തേക്ക് അവരൊക്കെ അവിടുന്ന് ഇത്തരം പണികളൊന്നും ആർക്കും ആ അച്ഛൻ്റെ ബേബിച്ചായൻ്റെ മരണശേഷം ആരും തന്നെ ആ വാച്ചിൻ്റെ പണികൾക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ എന്താ ഒരു മാർഗം? അങ്ങനെ ഞാൻ കോയമ്പത്തൂർ ഒരാളുള്ളതായിട്ട് കണ്ടുപിടിച്ചു. ഒരു പഴയ ആളാണ്, ഇപ്പോൾ കണ്ണിനൊക്കെ കാഴ്ച ഇത്തിരി കുറവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ക്ലോക്ക് അമാവാസികൾ ചലിക്കുന്നത്, ഈ ശബ്ദം കേൾക്കുന്നത്? മറ്റേതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല. പക്ഷേ ഇതിനകത്ത് അത് ചലിക്കുന്നുണ്ടെങ്കിൽ അമാവാസിയിൽ പ്രേത സാന്നിധ്യത്തിന് ശക്തി കൂടുന്ന സമയങ്ങളാണ്, ഉഗ്രമൂർത്തികളായ ദേവീ സാന്നിധ്യങ്ങൾക്ക് ശക്തിയുള്ള സമയമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ക്ലോക്ക് അമാവാസി രാത്രികളിൽ ഇങ്ങനൊരു ചലനം കേൾക്കുന്നത്? ഒറ്റ മണി അടിക്കുള്ളൂ, ആ മണി കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രേതാത്മാവ് അതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാനെന്തായാലും ഈ മകനോട് പറഞ്ഞു, നിങ്ങളും കൂടെ വരൂ, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് വിശ്വസിക്കൂ, ഞാനന്ന് കോയമ്പത്തൂർ വരെ ഈ ക്ലോക്ക് ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ, ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, ഞാൻ ഇതുപോലെ ഇത് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഞാൻ അവസാനം അവരെല്ലാം കൂടെ തീരുമാനമെടുത്ത്, എൻ്റെ സ്വാമി പരിവേഷമൊക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആ ക്ലോക്ക് തന്നു എൻ്റെ കയ്യിൽ. ഞാൻ ഇതും കൊണ്ട് കോയമ്പത്തൂർ പോയി. എനിക്ക് അവിടെ അറിയാവുന്ന ഒരു തമിഴ് വംശജനായൊരു സുഹൃത്തുണ്ട്, എനിക്ക് മോതിരമൊക്കെ ഉണ്ടാക്കി തരുന്നത്, ഈ നാഗമോതിരമൊക്കെ അദ്ദേഹം ഉണ്ടാക്കി തന്നെ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ക്ലോക്കിൻ്റെ ഈ പഴയ അവിടെ ഏത് സാധനങ്ങളും ഈ ക്ലോക്കിൻ്റെ പഴയ ക്ലോക്കുകൾ അവിടെ ചെല്ലുമ്പം അവിടുത്തെ ക്ലോക്കിൻ്റെ അവസ്ഥ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പഴയ പുരാതനമായ വലിയ ക്ലോക്കുകൾ, ബ്രിട്ടീഷുകാരുടെ കാലത്തെ ക്ലോക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ വർക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. പുരാതനമായ സാധനങ്ങൾ പുരാവസ്തുവായിട്ട് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ആൾക്കാർ, അപ്പോഴാണ് ഞാൻ ഞെട്ടുന്ന സംഭവം പറഞ്ഞത്, പുതിയ സാധനങ്ങൾ പുരാവസ്തുവായി ഉണ്ടാക്കി വിറ്റ് അതിൻ്റെ എത്ര ഇരട്ടി വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ കഥകളൊന്നും പറയാതെ തന്നെ ഈ ക്ലോക്ക് പൊളിക്കാൻ തീരുമാനിച്ചു. ഞാൻ അവിടെ പോയി ഒരു ഹോട്ടലിൽ താമസിച്ച് ക്ലോക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ടീച്ചറോട് ഞാൻ പറയാൻ നിന്നില്ല. ടീച്ചർ ഇത്തരം കാര്യങ്ങൾക്കടുത്തൊക്കെ ഭയക്കൊന്നും മാത്രമല്ല എന്നെ ഇതിന് വിടത്തുമില്ല. അപ്പോൾ ഞാൻ ഈ ക്ലോക്ക് പൊളിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് സൂക്ഷിച്ച് പൊളിക്കണം ദൈവമേക്കെന്ന് വിചാരിച്ചിട്ട് ഈ ക്ലോക്ക്. അപ്പോൾ അവിടെ അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ അറിയാം. നമ്മളൊന്ന് ഒറ്റ നോട്ടത്തിൽ, നഗ്നനേത്രങ്ങളാൽ ഒരു നോട്ടത്തിൽ അത് കാണാൻ പറ്റില്ല. അതിനെ എല്ലാം പൊളിച്ചഴിച്ചെടുത്തപ്പോൾ എന്നെ നടുക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ക്ലോക്കിൻ്റെ ആ പെൻഡിലത്തിൻ്റെ മുകളിൽ ഇത് ചലിക്കുന്ന ഭാഗത്തായിട്ട് ഒരു വിവാഹമോതിരമാണ്, ഒരു പഴയ വിവാഹമോതിരം. ആരുടെയാണ്? ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത മോതിരമോ ഇദ്ദേഹം ഭാര്യയ്ക്ക് ഇട്ടുകൊടുത്ത ഒരു മോതിരം ഈ ക്ലോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അതിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു നൂല് കൊണ്ട്. നമ്മളിത് വിശ്വസിക്കാൻ പറ്റുമോ? ഭാര്യ മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയിട്ട് ശേഷവും മറ്റൊരു വിവാഹം കഴിക്കാതെ കുട്ടികളെ മുഴുവൻ വളർത്തിയെടുത്ത് നല്ല നിലയിൽ എത്തിക്കുകയും തനിക്കുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ മരുമക്കൾക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാതെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുത്ത ശേഷം ജീവിതത്തിൽ സന്തോഷവാനായിട്ട് ജീവിച്ചിട്ട് തൻ്റെ ജീവിതം മുഴുവൻ സമയത്തിനും കാലത്തിന് തൻ്റെ എല്ലാമായിട്ട് ക്ലോക്കിന് സമർപ്പിച്ചതാണ്. സൂചി ഇങ്ങനെ നിമിഷങ്ങൾ ദൂരം ഓടുന്ന അതിലേക്ക് ജീവിതം സമർപ്പിച്ച അദ്ദേഹം താൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ആ ഭാര്യ മറ്റൊരാളൊപ്പം ഒളിച്ചോടിപ്പോയി കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ തൻ്റെ കാലശേഷമാണെങ്കിൽ പോലും താൻ അവൾക്ക് ഇഷ്ടപ്പെടുത്ത തനിക്കിട്ട് തന്ന ആ മോതിരത്തെ ആ പെൻഡിലത്തിൻ്റെ ക്ലോക്കിൻ്റെ അതിലേക്ക് കെട്ടി സൂക്ഷിക്കുന്നു ആ വിവാഹ ദിവസം. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ളത് എൻ്റെ ഒരു ചിന്തയാണ്, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ രാത്രിയോ അല്ലെങ്കിൽ അദ്ദേഹം വിവാഹം കഴിച്ച ആ സമയത്തേക്ക് മോതിരം ഇട്ടുകൊടുത്ത ആ സമയത്തോ ആയിരിക്കണം ക്ലോക്കിൻ്റെ സമയം കേൾക്കുന്നത്, ആ പെൻഡിലത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്, ആ മണിയൊച്ച കേൾക്കുന്നത്. അത് ഹൃദയവേദനയാണ്, അതൊരു നൊമ്പരമാണ്. അത് കാലത്തിന് സമർപ്പിച്ചു. കാലത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോയി, സന്തോഷവാനായി പോയി. മരണസമയം പോലും ഒരു ഉറക്കത്തിൽ പോയി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു ദിവസം പോലും അദ്ദേഹം കിടന്നില്ല. ആരെക്കുറിച്ചും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ തൻ്റെ 3 മക്കളെയും നല്ലവണ്ണം വളർത്തി നല്ല ചെറുപ്പക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ക്ലോക്കിനെയും ക്ലോക്കിൻ്റെ പെൻഡിലത്തെയും തന്നെ ഉപേക്ഷിച്ച ഭാര്യയുടെ മനസ്സിനെയും സ്നേഹിച്ച ഭാര്യ തനിക്ക് സമ്മാനിച്ച വിവാഹമോതിരം അത് ക്ലോക്കിൻ്റെ പെൻഡിലത്തിൻ്റെ ആ ലോക്കിലേക്ക് വെച്ച് പിടിപ്പിച്ച്
ആ ഏതോ ഒരു നേരത്തെ മണിയൊച്ച മുഴക്കി കാലത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു കാലം പോലെ സ്തംഭിച്ചു പോകും. ഇതെങ്ങനെയാണ് ഇത് കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരമില്ല. ഇവിടെ ദൈവമില്ല എന്ന് പറയുന്നവർക്കും പൈശാചികമായ ശക്തികളില്ല എന്ന് പറയുന്നതും മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറയുന്നവർക്കും ഒക്കെ ഉള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ മുടക്കുന്ന മണിമുഴക്കം. അതുകൊണ്ട് നമുക്കറിയാത്തത് ഗാഠമായി തീവ്രമായി പ്രണയിക്കുകയും ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റാതെ നിരാശയിലും സംഘർഷത്തിലും. അദ്ദേഹത്തിൻ്റെ നല്ല ചെറുപ്പത്തിലാണ് ഭാര്യ മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം പോയത്. ഒരിക്കൽ പോലും ഭാര്യയെക്കുറിച്ച് മക്കളോട് മോശം പറയാത്ത, അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോയി എന്ന് മാത്രം പറഞ്ഞ് മക്കളെ വളർത്തിയെടുത്ത് പഠിപ്പിച്ച് നല്ല ചെറുപ്പക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത അദ്ദേഹം തൻ്റെ മരണശേഷം തൻ്റെ ജീവിതത്തിലായിട്ട് ആഘാതത്തിൽ വിളിച്ചു പിടിപ്പിച്ചിട്ട് ആ മോതിരത്തിനുള്ളിൽ തൻ്റെ പ്രാണനെ സമർപ്പിച്ചുകൊണ്ട് ആ ജീവിതത്തിലേറ്റ് ഏതോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ ദുരന്തങ്ങളോ ആ സമയത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ക്ലോക്കിൻ്റെ പിൻഡിലം ചലിക്കുന്ന നേരം, ആ നേരം നമുക്കെല്ലാം തന്നെ ഒരു വലിയ പാഠമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഓടുന്ന സൂചികൾ കാലത്തെ നമ്മൾ അറിയണില്ല, അത് ഓടിക്കൊണ്ടേയിരിക്കും. ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞതെല്ലാം തന്നെ അദ്ദേഹം അതിലേക്ക് ചുരുക്കി, ആ മോതിരത്തിലേക്ക് ചുരുക്കി. താൻ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടും തൻ്റെ പ്രിയതമ തനിക്ക് ധരിച്ച, തൻ്റെ വിരലിൽ തലിപ്പിച്ച മോതിരം ആ ക്ലോക്കിൻ്റെ പെൻഡിലത്തിൻ്റെ മുകളിൽ അത് ചലിക്കുന്നതാണ്. പെൻഡിലം ചലിക്കുന്നില്ല, പക്ഷേ ആ ചലിക്കുന്ന ശബ്ദം, ആ നേരം, ആ ദിനം, അത് വിവാഹ ദിനമാണോ, തൻ്റെ ഭാര്യ തൻ്റെ ജീവിതത്തിലേക്ക് കടന്ന ആദ്യ രാത്രിയാണോ, ഇല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചു പോയ ഒരു നിമിഷമാണോ, അത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് സത്യങ്ങൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. ചിലത് നമ്മളിലേക്ക് വന്നു ചേരും, ചിലത് നമ്മൾ അറിയുന്നില്ല. എന്തായാലും നമ്മൾ അറിയുന്ന ചില സത്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം വന്ന് പങ്കുവയ്ക്കും. നമുക്ക് അതുവരെ അടുത്തൊരു കഥയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.